ഞാൻ ജോജു ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റർടൈൻമെൻറ്റിലോട്ട് ഏവർക്കും സ്വാഗതം. CCL സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് കേരള സ്ട്രൈക്കേഴ്സ് നേരിടുന്നത് ബംഗാൾ ടൈഗേഴ്സിനെയാണ്. ടോസ് നേടിയ കേരള സ്ട്രൈക്കേഴ്സ് ബംഗാളിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. കഴിഞ്ഞ കളിയിൽ നിന്നും ഒരു മാറ്റത്തോടെയാണ് കേരള സ്ട്രൈക്കേഴ്സ് ഇറങ്ങുന്നത്. നമ്മുടെ പ്രജോദ് കലാഭവന് പകരം പ്രശാന്ത് അലക്സാണ്ടറാണ് ടീമിലോട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ടീമിൽ നമ്മൾ അവരെ ബാറ്റിങ്ങിന് അയക്കാൻ കാരണം നമ്മളെ ചേസ് ചെയ്യുക ബാറ്റിങ്ങിനാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ബൗളിങ്ങിനേക്കാളും. അതുകൊണ്ടാണ് നമ്മൾ അവരെ ബാറ്റിങ്ങിന് അയച്ചത്. നമുക്ക് കേരള ടൈഗേഴ്സിൻ്റെ ടീം നോക്കാം. ഉണ്ണി മുകുന്ദൻ ക്യാപ്റ്റൻ, പ്രശാന്ത് അലക്സാണ്ടർ, ആര്യൻ, സമർദ്, അർജുൻ, അരുൺ ബിന്നി, ബിനീഷ് കൊടിയേരി, വിവേക് ഗോപൻ, മണിക്കുട്ടൻ, ലാൽ, ജീൻ പോൾ ലാൽ, മദൻ മോഹൻ എന്നിങ്ങനെയാണ്. കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി ബോളിംഗ് ഓപ്പൺ ചെയ്തത് ഉണ്ണി മുകുന്ദനും മണിക്കുട്ടനുമാണ്. അവർ ബംഗാൾ 5 ഓവറിൽ 49 റൺസിന് 1 എന്ന നിലയിലായിരുന്നു. കേരളത്തിന് വേണ്ടി മണിക്കുട്ടനാണ് ഒരു വിക്കറ്റ് വീഴ്ത്തിയത്. അവർ 10 ഓവറിൽ 99-ന് 2 എന്ന നിലയിലാണ്. അവർക്ക് വേണ്ടി ബാറ്റിങ്ങിലെ ജോയ് 42, ജമ്യ 51, ജിഷു 46 എന്നിങ്ങനെയാണ് അവർക്ക് പ്രകടനം. അവർ 20 ഓവറിൽ 7 വിക്കറ്റിന് 177 റൺസാണ് സ്കോർ ചെയ്തത്. കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി ബൗളിംഗ് ചെയ്ത ഉണ്ണി മുകുന്ദൻ 2 ഓവറിൽ 21 വിക്കറ്റ് ലഭിച്ചില്ല. മണിക്കുട്ടൻ 2 ഓവറിൽ 1 വിക്കറ്റ് 16 റണ്ണ്. പ്രശാന്ത് അലക്സാണ്ടർ 2 ഓവറിൽ 25. ജീൻ പോൾ ലാൽ 2 ഓവറിൽ 20 വിക്കറ്റ് ലഭിച്ചില്ല. അരുൺ ബിന്നി 3 ഓവറിൽ 32 വിക്കറ്റ് ലഭിച്ചില്ല. വിവേക് ഗോപൻ മികച്ച പ്രകടനമാണ്, 3 വിക്കറ്റ് എടുത്തു, 24 റണ്ണ് വിട്ടുകൊടുത്തിട്ട്. അതുപോലെ ബിനീഷ് കൊടിയേരിയും 28-ന് 3 വിക്കറ്റ് എടുത്തു. സമർദ് 1 ഓവർ 11. കഴിഞ്ഞ കളിയിലെ ഹീറോകളായിരുന്ന ഉണ്ണി മുകുന്ദനും അരുൺ ബിന്നിക്കും ഈ കളിയിൽ അങ്ങനെ തിളങ്ങാനും സാധിച്ചില്ല. നമ്മുടെ ബി കാറ്റഗറിയിലെ പ്ലേയേഴ്സായ അരുൺ ബിന്നിയും സമർദും കൂടെ ആകെ 4 ഓവറാണ് ബോൾ ചെയ്തത്. തുടർന്ന് ബാറ്റിംഗ് ആരംഭിച്ച കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ബാറ്റ്സ്മാൻമാരായ ഉണ്ണി മുകുന്ദനും അർജുൻ നന്ദകുമാറും വളരെ പാടുപെട്ടാണ് ബാറ്റ് അവരുടെ ഇതിലൂടെ എത്തുന്നില്ലായിരുന്നു. അവർ ആദ്യത്തെ 5 ഓവറിൽ 31-ന് 1, പിന്നെ 10 ഓവറിൽ 64-ന് 2 എന്നിങ്ങനെ പരിങ്ങി കളിച്ച് നമ്മുടെ മദൻ മോഹൻ വന്നതിന് ശേഷമാണ് നല്ലൊരു പ്രകടനം നമ്മുടെ ടീമിൽ നിന്നും ഉണ്ടായത്. ബി കാറ്റഗറിയിലെ മദൻ മോഹൻ നല്ല അടിപൊളിയായിട്ട് 50 ഒക്കെ അടിച്ച് സ്ട്രൈക്കേഴ്സിനെ മുമ്പോട്ട് കൊണ്ടുപോയി. അതിനെ തുടർത്തോടെ നമ്മുടെ വിക്കറ്റുകൾ വീഴുന്നത് നമുക്ക് വളരെ പ്രശ്നമായിരുന്നു. നമ്മൾ 15 ഓവറിൽ 108-ന് 5 എന്ന നിലയിലായിരുന്നു. നമ്മുടെ മദൻ മോഹൻ 33 ബോളിൽ 62. പിന്നെ ആർക്കും അങ്ങനെ ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ അവസാനമായിട്ട് ഇറങ്ങിയ അരുൺ ബിന്നി 6 ബോളിൽ 17 റണ്ണ്, 9 ബോളിൽ 19 റൺസ് എടുത്ത നമ്മുടെ ആര്യൻ നോട്ട് ഔട്ട് ആയിട്ട് നിന്നു. കാരണം അവസാന ഓവറുകളിൽ നമുക്ക് ഭയങ്കര റണ്ണ് വേണമായിരുന്നു. നമ്മുടെ എ കാറ്റഗറി പ്ലെയേഴ്സ് എല്ലാം ഔട്ടായി പോവുകയും ചെയ്തു. നമുക്ക് അവസാനം വിക്കറ്റുകളൊന്നും ഇല്ലാതെ നമ്മൾ 20 ഓവറിൽ 163 റൺസ് 64 റൺസിന് നമ്മളുടെ എല്ലാവരും വിക്കറ്റുകൾ പോവുകയാണ് ചെയ്തത്. നമുക്ക് ഉണ്ണി മുകുന്ദൻ 10 റൺസാണ് സ്കോർ ചെയ്തത്. 30 ബോളെ 30 റൺ എടുത്ത അർജുൻ നന്ദകുമാറും, പിന്നെ ഞാൻ പറഞ്ഞ പോലെ 33 ബോളെ 62 റൺ എടുത്ത മദൻ മോഹനുമാണ് നമ്മുടെ നിരയിൽ നല്ലപോലെ തിളങ്ങിയത്. അങ്ങനെ 174-ന് 9 നമ്മൾ 20 ഓവറിൽ ഓൾ ഔട്ടായി. ബംഗാൾ ടൈഗേഴ്സ് 13 റൺസിൻ്റെ വിജയം കരസ്ഥമാക്കി. അങ്ങനെ ബംഗാളിനെ സംബന്ധിച്ച് അവരുടെ ഫീൽഡിങ് ഭയങ്കര ഫീൽഡിംഗ് ആയിരുന്നു അവർ. കാരണം വെച്ചാൽ നമ്മുടെ മദൻ മോഹൻ്റെയും അരുൺ ബിന്നിയുടെയും 6 എന്ന് കരുതിയ അവർ പിടിച്ചാണ് അവർ ഔട്ടായത്. അത്രയും ഫീൽഡിങ്ങിൽ അവർ ഭയങ്കരമായിരുന്നു. നമുക്ക് ഏറ്റവും ഫീൽഡിംഗ് ആയിരുന്നു മോശം വന്നതെങ്കിൽ അവർ ഫീൽഡിങ്ങിൽ ഭയങ്കര തകർപ്പനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കളി കരസ്ഥമാക്കിയത്. അപ്പം അവരങ്ങനെ സെമിയിലെത്തിയിട്ടുണ്ട്. കേരള സ്ട്രൈക്കേഴ്സിന് ഇനി നാളത്തെ കളിയിൽ നമ്മുടെ ചെന്നൈയിനെ തോൽപ്പിച്ചാൽ മാത്രമേ സെമി സാധ്യതയുള്ളൂ. അപ്പോൾ നാളത്തെ കളിയായിട്ട് നമുക്ക് നോക്കാം. നല്ല പ്രകടനമാണ് കേരള സ്ട്രൈക്കേഴ്സ് കാഴ്ചവെച്ചത്. നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ എ കാറ്റഗറി പ്ലെയേഴ്സിൽ നമുക്ക് ഇനിയും, കാരണം മണിക്കൂട്ടനും ബിനീഷ് കൊടിയേരി ഇന്ന് ബൗളിങ്ങിൽ തിളങ്ങിയെങ്കിലും നമുക്ക് ബാറ്റിങ്ങിലാണ് പ്രശ്നങ്ങൾ. ബാറ്റിങ്ങിൽ കുറച്ചും കൂടെ നമ്മൾ നോക്കി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ കഴിയില്ല. അപ്പം ഓപ്പണേഴ്സൊക്കെ നല്ല രീതിയിൽ ബാറ്റിങ് ചെയ്യേണ്ടതാണ്. കാരണം ഉണ്ണി മുകുന്ദനൊന്നും ബാറ്റിങ്ങിൽ ബോൾ വരുന്നില്ലാത്ത രീതിയിലാണ് നമ്മൾ കണ്ടത് ബാറ്റിലോട്ട്. പിന്നെ അതുകൊണ്ടാണ് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 13 റൺസിൻ്റെ തോൽവിയാണ് കേരള സ്ട്രൈക്കേഴ്സിന് സംഭവിച്ചത്. കളിയിൽ കാണാം. ചിലപ്പോൾ ഞാൻ നാളെ ലൈവ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ബൈ.